അപകടത്തിൽപ്പെട്ടത് 49 പേർ. ആ 49 പേരിൽ 26 പേർ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, 7 കുട്ടികൾ SAT ആശുപത്രിയിൽ, 15 പേർ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ, ഒരാൾ മരിച്ചു. അങ്ങനെയാണ് ഈ 49 പേരുടെ കണക്ക്. ഇതിൽ മരണപ്പെട്ട ആൾ ഒഴിച്ചാൽ ബാക്കി 48 പേരുടെയും നിലയിൽ ആശങ്കപ്പെടാനില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ അങ്ങനെ ഒരു ആശങ്കയുടെ വാർത്തകൾ ഒരു ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരൊന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാൻ ഈ അപകടം നടന്നതിന് ശേഷമുള്ള ഒരു ഇടപെടലിനെ കുറിച്ച് പറയുകയാണ്. കാരണം അവിടെ ഈ അപകട സ്ഥലത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഈ 10:20 അപകടം നടക്കുന്നു. 10:30 തന്നെ ആ വാഹനത്തിലുള്ളവരെ വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ അവിടെ ഒരു നാട്ടുകാർ, അവിടുത്തെ ഒരു ആൾക്കൂട്ടം രൂപപ്പെടുന്നു. അത് വളരെ വേഗത്തിൽ അക്കാര്യങ്ങൾ നടക്കുന്നു. അതിനുശേഷം അവരെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക്, അവിടേക്ക് ഏറ്റവും അടുത്തുള്ള നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മിനിറ്റ് വെച്ച് എത്തിക്കുന്നു. അതിന് പിന്നാലെ അവിടേക്ക് ആശങ്കയുണ്ട് എന്ന് തോന്നിച്ച ചിലരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും SAT ആശുപത്രിയിലേക്കും നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർമാർ എത്തിക്കുന്നു. അത് ഈ 1 മണിക്കൂറിനിടയിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെയൊക്കെ എത്തിച്ചു. ആ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു വലിയ വിഭാഗം ഡോക്ടർമാരും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടൊന്നും നിൽക്കേണ്ടതില്ലാത്ത സാധാരണക്കാരായ നാട്ടുകാരുടെയും ഒക്കെ ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ രൂപപ്പെടുന്നു. അവരെ ഈ ഓരോ പരിക്കേറ്റവരെയും സ്വന്തക്കാരെന്ന പോലെ സ്വീകരിക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവരുടെ ചികിത്സ ഉറപ്പാക്കുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാർ അത്തരത്തിലൊരു സാന്നിധ്യം ഉറപ്പാക്കുന്നു. മന്ത്രിയുടേതടക്കമുള്ള ഒരു നേരിട്ടുള്ള നിർദ്ദേശവും നേരിട്ടുള്ള മേൽനോട്ടവും ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ഈ അപകടത്തിന് ശേഷം തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ 1.5 മണിക്കൂറിനിടയിൽ മാത്രം നടന്ന സംഭവങ്ങളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, തർക്കങ്ങളുണ്ടാവും, പ്രതിഷേധങ്ങളുണ്ടാവും, അവിടുത്തെ റോഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അമിതവേഗതയാണോ എന്നതുള്ള കാരണങ്ങളൊക്കെ നാളെ വലിയ തർക്കമായി വന്നേക്കാം, വാർത്തയായി വന്നേക്കാം. പക്ഷേ അതിനുമൊക്കെ അപ്പുറം കഴിഞ്ഞ 1.5 മണിക്കൂറിൽ നമ്മൾ കണ്ട രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് നിലവിൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് മരണം 1ലേക്ക് നമ്മൾ ചുരുങ്ങുന്നത്. ഈ രാത്രി അവസാനിക്കുമ്പോൾ ആ 1ൽ തന്നെ നിൽക്കട്ടെ എന്നുള്ളത്, ആ ഒരു മരണം തന്നെ നമുക്ക് സങ്കടകരമാണ്, വേദനാജനകമാണ്. പക്ഷേ ആ മരണം ആ 1ൽ തന്നെ നിൽക്കട്ടെ എന്ന പ്രതീക്ഷ അതങ്ങനെ തന്നെ തുടരുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നിലവിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ മന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെയും സുരക്ഷിതരാണ്. ചെറുതും വലുതുമായ പരിക്കുകൾ പക്ഷേ ഉണ്ട്. പ്രായം ചെന്നവരുണ്ട്, ഒപ്പം തന്നെ കുട്ടികളുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം അല്പസമയം മുൻപാണ് ഒരു ആംബുലൻസ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരുപക്ഷേ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഏറെക്കുറെ മുഴുവൻ പേരെയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടേക്ക് ആംബുലൻസിൽ എത്തിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ നേരിട്ട് കണ്ടാണ്, നമ്മുടെ മുൻപിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ വലിയ ആശങ്കയുടെ, വലിയ പേടിയുടെ കാര്യം അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിലവിൽ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെതായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടേതായാലും മന്ത്രിയുടേത് തന്നെയായാലും ഡോക്ടർമാരുടേതായാലും നാട്ടുകാരുടേതായാലുമുള്ള ഇടപെടൽ ഈ പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഈ നാട്ടുകാരുടേത് ഉൾപ്പെടെ പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, നമ്മോട് സംസാരിച്ച തന്നെ ചില ആംബുലൻസ് ഡ്രൈവർമാർ, നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർമാർ, അവരുടെ ഒരു വലിയ വിഭാഗം ആംബുലൻസ് ഡ്രൈവർമാർ മിന്നൽ വേഗത്തിൽ ഇവരെ ഈ ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. അവർക്ക് കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല. ഇവിടേക്ക് നമ്മളോട് ഒരു ആംബുലൻസ് ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഈ അവിടെ നിന്നും ഇപ്പോൾ എത്തിച്ചു, അതിനുശേഷം ഇപ്പോൾ നമുക്ക് ആ കണക്ക് നോക്കാൻ സമയമില്ല, നമ്മളെ ആശുപത്രിയിൽ നിന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് തിരികെ പോവുകയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ നിരവധി പേരാണ് അവിടേക്ക് ആ നിലയിൽ തന്നെ എത്തിയത്. ഇപ്പോൾ മറ്റൊരു ആംബുലൻസ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ രോഗിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിൽ രോഗിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് എന്നുള്ളതാണ്. 26 പേർ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, 7 പേർ SAT ആശുപത്രിയിൽ എന്നുള്ളതാണ്. അങ്ങനെയാണ് 33 പേർ. അതിൽ പിന്നീട് ഒരാൾ മരിച്ചു, 34. പിന്നീട് 15 പേർ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ എന്നുള്ള കണക്ക്. ഞാൻ തിരികെ വരാം. ഇപ്പോൾ ഈ അപകടം നടന്നിടത്ത് അപകടത്തിനിടയാക്കിയ ബസ്സിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. സ്വാഭാവിക നടപടിക്രമമാണ്. ആ പരിശോധന അവിടെ തുടരുകയാണ്. നേരത്തെ സലീം മാലിക് പറഞ്ഞതുപോലെ ഇത് നഗരത്തിലാണെങ്കിലും റിമോട്ട് ഏരിയയിലാണെങ്കിലും ഉൾഗ്രാമങ്ങളിലാണെങ്കിലും ഒരു അപകടമോ ദുരന്തമോ ഉണ്ടായാൽ അതിവേഗത്തിലെ രക്ഷാദൗത്യത്തിൽ കേരളം ഒരു മാതൃക തന്നെയാണ്. അവിടെ നമ്മുടെ ഒരു പൊതുബോധവും സോഷ്യൽ കമ്മിറ്റ്മെന്റും എടുത്ത് പറയേണ്ടതുണ്ട്. എന്തായാലും അങ്ങേറ്റം ദുഃഖകരമായൊരു മരണവാർത്ത വരുന്ന അപകടം കൂടിയാണ്. കൂടുതൽ പേർ ചികിത്സയിലുണ്ട്, പരിക്കുകളുണ്ട്. ആരുടെ നില അത്രത്തോളം ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ബസ്സിൽ പരിശോധന തുടരുകയാണ്. ആ സംഭവ സ്ഥലത്ത് നിന്ന് ജയശങ്കർ നമ്മോടൊപ്പം ചേരുകയാണ്. ജയശങ്കർ, സ്വാഭാവികമായ നടപടിക്രമമാണ്. സ്വാഭാവികമായ ഒരു അപകടം ഉണ്ടായാൽ അപകട കാരണം എന്താണ് നടക്കും, പോലീസിനും MVDക്കും അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും അനുമാനങ്ങൾ, ഓവർ സ്പീഡോ അതുമായി അനുബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ, അപകട കാരണം സൂചിപ്പിക്കുന്ന, അതിലേക്ക് സൂചികകൾ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അധികൃതർ പുറത്തു പറയുന്നുണ്ടോ?
അതായത് സുഹേൽ, ഈ അപകടമുണ്ടായ ഉടൻ തന്നെ നെടുമങ്ങാട് SHO ഈ അപകട സ്ഥലത്തേക്ക് ഓടിയെത്തി. അദ്ദേഹം തന്നെയാണ് ഈ അപകടത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മേൽനോട്ടം വഹിച്ചത്. ആദ്യഘട്ടത്തിൽ ആളുകളെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിരുന്നു പ്രാഥമിക കരുതൽ നൽകിക്കൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെയൊക്കെ എടുത്തു പറഞ്ഞതുപോലെ ഈ അപകടം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചു. അവരുടെ ആ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രമാത്രം കുറച്ചത്. ഒരു മരണം മാത്രമാണ് നിലവിൽ ദൗർഭാഗ്യകരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് ഭൂരിപക്ഷം ആളുകളും അവരുടെ ജീവൻ സുരക്ഷിതമെന്ന വിവരം തന്നെയാണ് വരുന്നത്. എന്തായാലും പോലീസും മറ്റും SHOയും മറ്റും നമ്മൾ പ്രാഥമികമായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ അമിത വേഗത എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അവരെത്തുന്നത്. നമ്മൾ അനൗദ്യോഗികമായി അവർ സ്ഥിരീകരിക്കുകയാണ് അമിത വേഗത, വാഹനത്തിന്റെ അമിത വേഗതയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. നേരത്തെ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഈ വളവിലൊക്കെ ഈ വാഹനം ഒരു ാണ് വന്നത്. മറ്റൊരു വാഹനവുമായി ഏറെ നേരം ഈ വാഹനം ചേസ് ചെയ്തു ഈ വളവ് കഴിഞ്ഞ് പൊടുന്നനെ ബ്രേക്ക് പിടിച്ചു. ആ ഘട്ടത്തിൽ വാഹനത്തിന് പിടികിട്ടിയില്ല, ഒരു ഭാഗത്തേക്ക് മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിന് ശേഷം പോലീസ്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസ് വാഹനം പരിശോധിക്കുന്നു. ഈ വാഹനത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി വിനോദയാത്ര പോയ ആളുകളുടെ ബാഗുകളും ലഗേജുകളും എല്ലാം തന്നെ പോലീസ് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിലെ എല്ലാ വസ്തുക്കളും മാറ്റും, അത് ഒഴിവാക്കും. അതിനുശേഷമായിരിക്കും ഈ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുക. എന്തായാലും വാഹനം പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിലെ ലഗേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും നല്ല കാഴ്ചകളൊക്കെ പ്രതീക്ഷിച്ച് ഒരു നാട്ടിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ യാത്ര പുറപ്പെട്ടതാണ്. ആ യാത്ര പുറപ്പെട്ടവരിൽ കുട്ടികളുണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു, വളരെ പ്രായമായ ആളുകളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് ഒരു ഡ്രൈവറുടെ അമിത വേഗത എന്ന് തന്നെ പറയാം. അതിന് മാത്രം വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അമിത വേഗത ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തി, ബാക്കിയുള്ളവരെ ആശുപത്രിയിലാക്കി, അവരുടെ സ്വപ്നവും സന്തോഷവും എല്ലാം തകർത്തു. അത്തരമൊരു യാത്രയാണ്. എന്തായാലും ഈ ബസ് ഡ്രൈവർ എവിടെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അമിത വേഗത തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വളരെ വർഷങ്ങളായി ഈ മേഖലയിലുണ്ട്. അവർക്കറിയാം ഒരു വാഹനം ഒരു അപകടം നടന്നാൽ അപകടത്തിൻ്റെ സ്പോട്ടിൽ പരിശോധന നടത്തിയാൽ തന്നെ അവർക്ക് മനസ്സിലാകും, ആ ഭൂഘടനയൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും എങ്ങനെ ഒരു അപകടത്തിലേക്ക് കടക്കാമെന്ന്. എന്തായാലും പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം, നാട്ടുകാരുടെ ഈ ദൃക്സാക്ഷികളുടെ പ്രതികരണം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് അമിത വേഗത തന്നെയാണ് ഇത്തരത്തിൽ ഈ രാത്രി വിനോദസഞ്ചാരത്തിന് പോയ ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങൾ തകർത്ത് അവരുടെ ജീവിതത്തിൽ വലിയൊരു സങ്കടം ആക്കി മാറ്റി ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ്. എന്തായാലും ഡ്രൈവർ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാഹനത്തിൻ്റെ RC വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇതിനോടകം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ വാഹനം പരിശോധിച്ച് ഇതിനുള്ളിലുള്ള ലഗേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിന് പുറത്ത് ഈ ലഗേജ് ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്തരത്തിൽ നമുക്കത് കാണുമ്പോൾ തന്നെ വലിയ വേദനയാണ്. കാരണം നമ്മളെല്ലാവരും ഇതുപോലെ പലപ്പോഴും പല യാത്രകൾക്ക് ഒരുങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ എല്ലാം വലിയ സ്വപ്നത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോയൊരു സ്വപ്നം പാതി വഴിയിൽ കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ അതൊരു അപകടമായി, ഒരു ദുരന്തമായി. ആ ദുരന്തത്തിൽ കുറേ ആളുകൾക്ക് വലിയ തോതിലുള്ള പരിക്കുകൾ സംഭവിച്ചു, മറ്റു ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ വേദനയാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ വേദനയാണ്. എന്തായാലും പോലീസ് പരിശോധന നടത്തുന്നു. ഈ കുറ്റക്കാർക്കെതിരെയൊക്കെ കർശന നടപടി ഉണ്ടാകണമെന്ന് ഇതിനോടകം തന്നെ മന്ത്രിയും MP എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇതിൻ്റെ കാരണങ്ങളിലേക്ക്, ഇതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും എല്ലാം തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നെടുമങ്ങാട് പോലീസ് ഇതിനോടകം തന്നെ ഈ വാഹനത്തിൻ്റെ വിവരങ്ങളും മറ്റും ശേഖരിച്ചു വരികയാണ്. ഈ സ്റ്റേഷൻ്റെ ചുമതലയുള്ള SHO ഈ അപകടം നടന്ന ഘട്ടം മുതൽ ഇവിടെയാണുള്ളത്. അദ്ദേഹം അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അതിനുശേഷം ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ പോയി ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കും. ഡ്രൈവർ ഉൾപ്പെടെ മൊഴി പോലീസ് എന്തായാലും രേഖപ്പെടുത്തും. വാഹനത്തിൻ്റെ വിവരങ്ങൾ പരിശോധിക്കും. ചട്ടവിരുദ്ധമായാണോ വാഹനം ഓടിച്ചുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഇനി ഏതെങ്കിലും മദ്യലഹരിയിലോ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ചാണോ ഈ വാഹനം ഓടിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഇക്കാലത്തൊക്കെ ഗതാഗത മന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട് ഈ ഡ്രൈവർമാർ വലിയ തോതിൽ ലഹരിയൊക്കെ വെച്ച് രാത്രി വണ്ടി ഓടിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ റോഡിൽ ഒരു ചേസിങ്ങും അമിത വേഗതയൊക്കെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള അവരുടെ മൊഴി ഇതിൽ പ്രധാനമാണ്. ഈ അപകടം ദൃക്സാക്ഷികളായ നിരവധി ആളുകളുണ്ട്. ഈ വാഹനത്തിന് പിന്നിൽ വണ്ടി ഓടിച്ച് വന്ന ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നൊരു ചേസിംഗ് ആണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനത്തിൻ്റെ നമ്പർ KL 21Q9050 എന്നതാണ് ഈ വാഹനത്തിൻ്റെ നമ്പർ. എന്തായാലും വാഹനത്തിൻ്റെ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു അപകടമാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഒരുപാട് മനുഷ്യരുടെ, ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളെയാണ് ഈ രാത്രി ഈ ഒരു അപകടം, ഈ ഒരു ഡ്രൈവറുടെ അശ്രദ്ധ ഇല്ലാതാക്കിയത് എന്ന് തന്നെ പറയണം. എന്തായാലും വാഹനം
അല്പസമയം മുമ്പ് സ്റ്റാർട്ടാക്കി കുറച്ച് ദൂരേക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് റോഡിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷമാണ് നിലവിൽ പോലീസ് അവരുടെ നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്തായാലും റോഡിൽ വലിയ തോതിൽ ഡീസൽ ഉൾപ്പെടെ ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യമായിരുന്നു. ഫയർഫോഴ്സ് അതെല്ലാം തന്നെ പ്രത്യേക ലൈൻ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി റോഡ് നിലവിൽ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. റോഡിൻ്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ നിലവിൽ കടത്തിവിടുന്നുണ്ട്. എന്തായാലും വാഹനം അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ പോലീസ് വാഹനത്തിൽ പരിശോധന തുടരുകയാണ്. ഇപ്പോഴും ആദ്യഘട്ടം മുതൽ കൂടിയുണ്ടായിരുന്ന നാട്ടുകാർ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായി തന്നെ അറിയണം. എന്തായാലും നാട്ടുകാരെല്ലാവരും തന്നെ ഈ ഒരു ഘട്ടത്തിലും രാത്രി ഏറെ വൈകിയും ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയൊരു അപകടമാണ്. നാട്ടുകാരുടെയും പോലീസിൻ്റെയും എല്ലാം മിനിറ്റുകൾ കൊണ്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഒഴിവായത്. നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഏത് അപകടഘട്ടത്തിലും മലയാളികൾ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും മലയാളികൾ ഒന്നിച്ചു നിൽക്കുന്നും ആ അപകടത്തെ നേരിടുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിലെ ഇടപെടൽ. ഈ അപകടം ഉണ്ടായതിന് ജീവനെടുത്ത അപകടത്തിൽ പോലീസും MVDയും അതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബസ്സിൽ പരിശോധന നടത്തുകയാണ്. ജീവിത തിരക്കുകൾക്കിടയിൽ ഉല്ലാസയാത്രയ്ക്ക് കണ്ടെത്തിയ 2-3 ദിനങ്ങൾ, അതിൽ അവരുടെ യാത്ര തുടങ്ങി അവരുടെ ജില്ലയുടെ അതിർത്തി പോലും കടക്കും മുമ്പ് ദാരുണമായ ഒരു അപകടമുണ്ടാക്കിയിരിക്കുന്നവരുടെ ബന്ധുക്കളിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്ന സങ്കടകരമായ വാർത്ത. സ്വാഭാവികമായി വലിയ അനുമാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ലെങ്കിലും ഓവർ സ്പീഡ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ദൃക്സാക്ഷികളും പോലീസും ആ ടെറൈൻ്റെ ഒരു പ്രകൃതവും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത്തരത്തിലൊരു പിഴവുണ്ടെങ്കിൽ, അപകടം വരുത്തിയതിന് കൃത്യമായൊരു കാരണമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. ഈ രാത്രി സമയത്ത് ഇത്തരത്തിൽ ഓവർ സ്പീഡുമായി വാഹനം, അതും ഈ സ്ഥലം പരിചിതമല്ലാത്ത ഡ്രൈവർ ആയിരിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ തുടങ്ങിയ യാത്രയാണ്. കാട്ടാക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ബസ്സായിരിക്കും. ആ മേഖല, ആ ടെറൈനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു ഡ്രൈവർ തന്നെയായിരിക്കും വാഹനം ഓടിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് റോഡ് പരിചയക്കുറവ്, സ്ഥലപരിചയക്കുറവ് എന്നുള്ള കാരണങ്ങളൊന്നും ഇവിടെ ബാധകമാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ ഓവർ സ്പീഡ് എന്ന് കൂടുതൽ ആളുകൾ പറയുമ്പോൾ, ദൃക്സാക്ഷി മൊഴികൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ അപകടത്തിന്റെ സ്ഥലവും പശ്ചാത്തലവും പരിശോധിക്കുമ്പോഴേക്ക് ഓവർ സ്പീഡ് എന്ന അനുമാനങ്ങൾ ഉയർന്നു വരുന്ന അത്തരത്തിലൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ആ പരിശോധനകളും അനിവാര്യമാണ്. അതിനപ്പുറത്തേക്ക് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നത്, ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സലീം മാലിക് ചേരുന്നു. സലീം മാലിക്, ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും SITയിലേക്കും ആളുകളെ മാറ്റുന്നത് പരിക്കിൻ്റെ ഇന്റൻസിറ്റി ക്രൈറ്റീരിയ ആക്കിക്കൊണ്ടാണ്? ആ മാനദണ്ഡം അനുസരിച്ചാണോ ഇത്തരത്തിൽ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഗികളെ? സുഹൈൽ, അങ്ങനെ ഒരു വലിയ അതിഗുരുതരമായ പരിക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടേക്കൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പട്ടിക പ്രകാരം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നവരുടേത്, ഒപ്പം തന്നെ അതല്ലാത്തവരുടെ പേരുകൾ ഇവിടേക്ക് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നിലവിൽ 26 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതിനോടകം ഇപ്പോൾ 26 പേരെ പ്രവേശിപ്പിച്ചതിൻ്റെ പേരുകൾ ഇവിടേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 27 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. SIT ആശുപത്രിയിൽ 10 കുട്ടികളെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആ 10 കുട്ടികളിൽ ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ കുട്ടികൾക്കൊന്നും മാത്രമല്ല, ഈ പരിക്കേറ്റ ആർക്കും ഒരു ഗുരുതരമായ അവസ്ഥയും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. ഈ കൂട്ടത്തിൽ 1 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് SIT ആശുപത്രിയിൽ. ഒപ്പം തന്നെ 3 വയസ്സുള്ള 2 കുട്ടികളുണ്ട് SIT ആശുപത്രിയിൽ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ പട്ടിക സൂചിപ്പിക്കുന്നത്. അങ്ങനെ 27 10 37 പേര് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലും അതിന്റെ ഭാഗമായുള്ള SIT ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി 11 പേരാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്ന പ്രകാരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇപ്പോൾ അതിന് പിന്നാലെ ഹെൽപ്പ് ഡെസ്ക് കൂടി ഉടൻ തന്നെ ഇവിടേക്ക് ആരംഭിക്കും എന്നുള്ളത് ഒരു വിവരം കൂടി നമ്മൾ പറയുന്നു. നമ്മളത് പുറത്തുവിടുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഈ പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്കും ഒപ്പം മറ്റ് സഹായങ്ങൾക്കുമായി ഹെൽപ്പ് ഡെസ്ക് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഏർപ്പെടുത്തും. എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഈ 2 ആശുപത്രികളിലുമായി ഒരുക്കിയിട്ടുണ്ട്.